പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. എന്താ CPM LDF ഏതെങ്കിലും കക്ഷി പിന്തുണ പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് എന്താ കുഴപ്പം? അവർ പിന്തുണ പ്രഖ്യാപിക്കട്ടെ. ഞങ്ങൾക്ക് അതുപോലെ വെൽഫെയർ പാർട്ടി 4 പതിറ്റാണ്ട് കാലം CPM കൂടെ നിന്ന് ഒരു പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ഇവര് വർഗീയത ഇളക്കാൻ വേണ്ടിയിട്ട്, ഭൂരിപക്ഷ വർഗീയത ഇളക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഇളക്കി വിട്ടത്. ഇവരുടെ PDP ബന്ധം ഞങ്ങൾക്ക് പറയാമല്ലോ. ഇവരുടെ PDP ബന്ധം. ഒരു കാര്യം കൂടി, ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ച ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അങ്ങേ വളരെ മോശമായിട്ട് ബഫൂൺ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ലോകാവസാനമായിരിക്കും 100 സീറ്റ് UDF കിട്ടിയാൽ എന്നൊക്കെയാണ് അങ്ങേ പറഞ്ഞത്. അതേ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ പേരും കൂടി പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസ് ജയിക്കുന്നു അല്ലേ? കോൺഗ്രസ് നേതാവിന് ഒരാളുടെ പേര് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അറിയാലോ കോൺഗ്രസ് ജയിക്കും, UDF ജയിക്കും എന്നറിയാലോ അദ്ദേഹത്തിന്. അത്രയും മതി. എനിക്ക് സന്തോഷമായി. എന്നെ പറഞ്ഞോട്ടെ, എന്നെ എന്ത് വേണേലും പറഞ്ഞു. അതല്ല, അതിനേക്കാളും മോശമാക്കി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പ്രതിപക്ഷ നേതാവായ പിന്നെ തവളെ പോലെ ചെറുത്തെന്ന് പറഞ്ഞു ഇല്ലേ? പിന്നെ ഞാൻ പണ്ണനാണ്, വൃത്തികെട്ടവനാണ്, അതൊക്കെ പറഞ്ഞു. 90 വയസ്സായില്ല, ഞാൻ എങ്ങനെ തിരിച്ചു വരണത്? അദ്ദേഹത്തിന് 90 വയസ്സായി. അല്ല, അദ്ദേഹത്തിന് 90 വയസ്സായി. ഞാൻ വല്ലതും പറഞ്ഞാൽ അതിലെ ബാക്കി ഉണ്ടാവുള്ളൂ. എന്നെ പറഞ്ഞതൊക്കെ പോവില്ലേ? ഞാൻ ഒന്നും പറയില്ല. 90 വയസ്സായിന്ന്. മങ്കടയിൽ ഉൾപ്പെടെ SDPI പിന്തുണ CPM-നാണെന്നും അത് അതേ സ്ഥാപനം പല സ്ഥലത്തും ആവർത്തിക്കുന്നുണ്ടെന്നും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആരോപണം ശരിയാണ്? അല്ല, അദ്ദേഹം അത് പഠിച്ചിട്ടായിരിക്കും പറഞ്ഞത്. പഠിക്കാതെ പറയൂ. പഠിക്കാതെ പറയും. നേമത്തും പാലക്കാടും UDF ചിത്രത്തിലേ ഇല്ലാന്നാണ് ഇപ്പൊ നേതാക്കൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അങ്ങനെ അവിടെ ഞങ്ങളുടെ KPCCയുടെ ജനറൽ സെക്രട്ടറി മുൻ MLA ശബരിനാഥാണ് മത്സരിക്കുന്നത്. KS ശബരിനാഥ്. അത് ശിവൻകുട്ടി മനസ്സിലായിക്കോളും. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ. പിന്നെ പാലക്കാട് ഞങ്ങൾ 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ്. 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ്. അല്ല, 18,000 ഇവിടെ CPM. പരിതാപകരമായ 3ാം സ്ഥാനത്താണ് ഈ പാലക്കാട്. ഞങ്ങൾ കരുതുന്നത് ഈ നേമത്ത് അവസാന റൗണ്ടിൽ മത്സരം UDF LDF തമ്മിലാവുന്ന ഞങ്ങൾ കരുതുന്നത്. പാലക്കാട് അങ്ങനെയല്ല. പാലക്കാട് UDF-ഉം BJP-യും തമ്മിലാണ് മത്സരം. കാരണം ഭയങ്കര വ്യത്യാസമാണ്. CPM-ന് വലിയ വ്യത്യാസം. പരിതാപകരമായ 3ാം സ്ഥാനത്താണ്. നേമത്ത് ഞങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഞങ്ങൾ വന്ന് അത് ആയിട്ട് വരും. ഞാൻ നിങ്ങളൊക്കെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പറഞ്ഞു, ഏതെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ അവസാനം ശരിയായത്? അല്ല, നിങ്ങളാരും എന്നോട് പറഞ്ഞതോ നിങ്ങളാരും എന്നോട് ചോദിച്ചതോ അല്ലല്ലോ ശരിയായത്. ഞാനല്ലേ പറഞ്ഞത് 15,000 വോട്ടിന് ജയിക്കേണ്ട സ്ഥലമാണ് പാലക്കാട്. പക്ഷെ CPM അവിടെ കാണിച്ച വൃത്തികേടുകൾ കൊണ്ട് അത് അതിന് മീതെ പോവും എന്ന് ഞാനല്ലേ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞതല്ലേ അവിടെ റെഡിയായത്. 18,000 വോട്ടിന് ജയിച്ചില്ലേ? നിലമ്പൂര് പറഞ്ഞതും ഞാൻ പറഞ്ഞ കണക്കല്ലേ ശരിയായത്? പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഞാൻ പറഞ്ഞ കണക്കല്ലേ ശരിയായത്? ഈ കണക്ക് അത് തന്നെയാണ്. രമേശ് ചെന്നിത്തല ഈ സമയത്ത് മുഖ്യമന്ത്രി ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്നത് അങ്ങയുടെ വിഭാഗത്തിന് ഒരു വിഭാഗം നേതാക്കൾ അതിലൊരു പരിഭവം ഉണ്ടോ? രമേശ് ചെന്നിത്തലയെ പല കോൺഗ്രസ് നേതാക്കളും മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടുന്നു. അതിൽ ഈ ഘട്ടത്തിൽ ഒരു പരിഭവം? ഒരു പരിഭവമില്ല. ഏത് കോൺഗ്രസ് നേതാവിനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തിക്കാട്ടിയാലും എനിക്ക് സന്തോഷമുള്ളൂ. കാരണം UDF ജയിക്കുമെന്നാണ് ആ പറഞ്ഞതിന്റെ എല്ലാത്തിന്റെ അർത്ഥം. ഇപ്പൊ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു മുഖ്യമന്ത്രി, എന്നോടുള്ള വിരോധം കൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ UDF ജയിക്കുന്ന ഉറപ്പാണ്. പിന്നെ UDF-നെ അല്ല കുറ്റപ്പെടുത്തിയത്, കോൺഗ്രസിനെ അല്ല കുറ്റപ്പെടുത്തിയത്, എന്നെയാണ്, വ്യക്തിപരമായിട്ടാണ്. അത് ഞാൻ സഹിച്ചു. ഞാൻ സഹിച്ചെന്നേ. അല്ല, 100 അത് അദ്ദേഹം പറയട്ടെ തന്നെ. അദ്ദേഹം അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. അതാലോചിക്കട്ടെ. 100 സീറ്റ് കിട്ടും എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രഖ്യാപനവുമാണ്. 100 സീറ്റിലധികം സീറ്റ് നേടി ഞങ്ങൾ അധികാരം. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് VD സതീശന്റെ മറുപടി ഉണ്ടാവുന്നുണ്ട്. വെള്ളാപ്പള്ളി അടക്കം പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി